ഇരവഞ്ഞിപ്പുഴയുടെ തൃക്കുടമണ്ണക്കടവ് മുതൽ വെന്റുപൈപ്പ് പാലം വരെയുള്ള 1/2 കിലോമീറ്ററോളം പുഴയോരത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് തുടക്കം. പാർക്ക്, സംരക്ഷണ ഭിത്തി, കളിസ്ഥലം, കുളിക്കടവ് തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. 1 കോടി രൂപ ചെലവിൽ പാർക്ക്, 80 ലക്ഷം രൂപ ചെലവിൽ സംരക്ഷണ ഭിത്തി, 10 ലക്ഷം രൂപ ചെലവിൽ മിനി പാർക്കും, 8.5 ലക്ഷം രൂപ ചെലവിൽ കളിസ്ഥലവും കുളിക്കടവും. ഇരവഞ്ഞിപ്പുഴയുടെ തൃക്കുടമണ്ണക്കടവ് മുതൽ വെന്റുപൈപ്പ് പാലം വരെയുള്ള 1/2 കിലോമീറ്ററോളം പുഴയോരത്ത് നടപ്പാക്കുന്ന പദ്ധതികളാണിത്. മിക്ക പദ്ധതികളുടെയും പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇവ പൂർത്തിയാവുന്നതോടെ ഇരവഞ്ഞിപ്പുഴയോരം കളറാകും. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ ഭാഗമായാണ് ഇരവഞ്ഞിപ്പുഴയുടെ തൃക്കുടമണ്ണക്കടവിൽ പാർക്ക് നിർമ്മിക്കുന്നത്. ടൂറിസം വകുപ്പ് അനുവദിച്ച 50 ലക്ഷം രൂപയും നഗരസഭ അനുവദിച്ച 50 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. മുക്കത്തെ സ്വകാര്യ വ്യക്തിക്കാണ് നിർമ്മാണ കരാർ. പദ്ധതിയുടെ ഭാഗമായി തൃക്കുടമണ്ണക്കടവിൽ പുഴയിലേക്ക് ഇറങ്ങാൻ പടികളും പാർക്കിംഗ് റോഡും നിർമ്മിച്ചു കഴിഞ്ഞു. പുഴയോരത്ത് 60 മീറ്റർ നീളത്തിലും 8 മീറ്ററോളം വീതിയിലുമാണ് പാർക്ക് നിർമ്മിക്കുന്നത്. ഇരിപ്പിടങ്ങൾ, കഫ്തീരിയ, ശൗചാലയം, വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതാണ് പദ്ധതി. സർവേ നടത്തി നഗരസഭ പിടിച്ചെടുത്ത പുറമ്പോക്ക് ഭൂമിയിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. മുക്കം നഗര സൗന്ദര്യവൽക്കരണ 2ാം ഘട്ട പ്രവൃത്തിയുടെ ഭാഗമായി തൃക്കുടമണ്ണ ക്ഷേത്രം റോഡ് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് നവീകരിച്ചിട്ടുണ്ട്. ഭാവിയിൽ പെഡൽ ബോട്ട് സർവീസ് ഉൾപ്പെടെ ആരംഭിച്ച് മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനാക്കാനുള്ള ഒരുക്കത്തിലാണ് മുക്കം നഗരസഭ. CTV പ്രാദേശിക വാർത്ത, മുക്കം.